Welcome to episode number 2 of Two Pathway, One Goal Understanding Postpartum Care. പ്രസവാനന്തര ശുശ്രൂഷയെ പറ്റിയിട്ടുള്ള നമ്മുടെ അലോപ്പതിയിലും ആയുർവേദത്തിലുമുള്ള ഒരു ടേക്ക് അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. പോസ്റ്റ്നേറ്റൽ ആയിട്ടുള്ള ഒരു ലേഡിയെ നമ്മുടെ ആയുർവേദത്തിൽ സൂതിക എന്നാണ് പറയുന്നത്. അപ്പം ആ പോസ്റ്റ്നേറ്റൽ കെയർ ആ കൊടുക്കുന്ന അത്രയും കാലത്തിന് സൂതിക കാലം എന്ന് പറയും. അത് ഈ പറഞ്ഞ പോലെ 6 weeks 1.5 month അങ്ങനെയാണ് നമ്മളുടെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ പ്രഗ്നൻസിയിൽ ഒരു ലേഡിയെ ടേക്ക് കെയർ ചെയ്തത് അതുപോലെ തന്നെ സൂതിക കാലത്തിലും അതേപോലെ തന്നെ നോക്കണമെന്നാണ്. അമ്മയും കുഞ്ഞിനെയും ഒരേപോലെ ഇപ്പോൾ ഒരാളുടെ ഉള്ളത് കൊണ്ട് കുഞ്ഞിനെയും അമ്മയും ഒരേപോലെ തന്നെ നോക്കണം. അത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫുഡായാലും അവരുടെ റെജിമെൻറ്റ്സ് ആയാലും അവരുടെ സ്ലീപ്പ് ആയാലും പിന്നെ ബ്രസ്റ്റ് മിൽക്ക്, അതാണല്ലോ ഇപ്പോൾ ആ ഒരു 6 month നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന ഏരിയ ബ്രസ്റ്റ് മിൽക്കാണ്. അമ്മയുടെ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ക്വാണ്ടിറ്റി അതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ബ്രസ്റ്റ് മിൽക്കിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസ് നമ്മൾ കൂടുതൽ കൊടുക്കും. ക്വാണ്ടിറ്റിയും നമ്മൾ നോക്കും എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു ബയസ് ആയിട്ട് പറയുന്നില്ല, പക്ഷെ വാട്ട് ഐ ഹാവ് ഫെൽറ്റ് നിങ്ങളൊരു പ്രൊഫൈലാക്ടിക്കലി നിങ്ങൾ കുറച്ചുകൂടി ഒരു മെറ്റിക്കുലസ് അപ്രോച്ചാണ്. അതായത് എന്തെങ്കിലും വരുന്നതിന് മുന്നേ ഇതെല്ലാം ചെയ്ത് കൊടുത്തയക്കാം എന്ന രീതിയിലാണ് തോന്നുന്നു. അതെ, നമ്മളിപ്പം ഈ പറയുന്ന 6 weeks എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ അപ്രോച്ച് ചെയ്യാറുള്ളൂ. എന്തെങ്കിലും ഒരു സിംറ്റം അൺയൂഷ്വൽ സിംറ്റം കാണുവാണെങ്കിൽ മാത്രമേ അവർ വരാറുള്ളൂ. പക്ഷെ നിങ്ങളതല്ല, സിംറ്റം ഒക്കെ ആവുന്നതിന് മുന്നേ ഇതൊക്കെ ഫോളോ ചെയ്യണമെന്നായിട്ടൊരു ഒരു പാക്കേജ് പോലെ ശരിക്കും അത് മിനുസെ അങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഓരോരുത്തർക്കും ഓരോപോലെയാണ്. അപ്പൊ നീ പറഞ്ഞപ്പോ ഞാൻ അതാ കേട്ടോണ്ടിരുന്നത്. എന്ന് വെച്ചാല് എല്ലാരും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാ. നമ്മൾ പ്രസവം കഴിയുക, അത് ആൾക്കാരുടെയാണ് പൊതുവെ ഒരു ചിന്ത. പ്രസവം കഴിയുക, അടുത്തുള്ള ആയുർവേദ ആശുപത്രിയിൽ പോവാ. ആയുർവേദ ആശുപത്രിയിൽ പോകാൻ തന്നെ എല്ലാവർക്കും വയ്യ. അവരടുത്തുള്ള ഫാർമസി ചെല്ലുക, അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കുറച്ച് കഷായങ്ങൾ, കുറച്ച് അരിഷ്ടങ്ങൾ എല്ലാം വാങ്ങി, തൈലങ്ങൾ എല്ലാം വാങ്ങി പോവുക, അവരെ കൊണ്ട് കുടിപ്പിക്കുക, തേക്കുക. ഇതാണ് നടക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശരിക്കും പോസ്റ്റ്നേറ്റൽ കെയറിന് നേരിട്ട് പോയി കണ്ട് അതെ അങ്ങനെ തന്നെ ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രസവം ഇപ്പം പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് ഓരോരുത്തർക്കും ഓരോ, ചിലർക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടായിരിക്കും, ചിലർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരിക്കും, ഉണ്ട്. പിന്നെ ഇവന്റ്സ്, നമ്മൾ ഡെലിവറി ടൈമിലുള്ള ഇവന്റ്സ് ചിലർക്ക് പ്രസിപ്പിറ്റേറ്റഡ് ആയിരിക്കും, കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ബ്ലീഡിങ് വ്യത്യാസമായിരിക്കും, അവരുടെ വജൈന ഡെലിവറി വ്യത്യാസപ്പെട്ടിരിക്കും, അവർക്ക് സ്ട്രെയിൻ ഉണ്ടായതൊരു വ്യത്യാസപ്പെട്ടിരിക്കും. അവർ പ്രൊലോങ്ഡ് ലേബർ ആണെങ്കിലോ അവർക്ക് കൂടുതൽ സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പൊ പൊതുവെ ഇങ്ങനെയാണ്. അവിടുത്തെ ആൾക്കാർ തന്നെ എഴുതി തരും എനിക്ക് തോന്നുന്നു. ഇതിപ്പം ശരിക്കും ഈ പലചരക്കടയിൽ പോയി സാധനം വാങ്ങിയിട്ട് വരുന്ന ലാഘവത്തിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പം, നമുക്കും അറിയില്ലല്ലോ. അതെ അങ്ങനെ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ചില മോഡേൺ ഹോസ്പിറ്റലിൽ നിന്ന് പോസ്റ്റ്നേറ്റൽ കെയർ ആയിട്ട് ആയുർവേദ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അതിലെനിക്ക് ഒരു വിരോധവും ഇല്ല. എനിക്ക് അത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. കാരണം അവർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ പക്ഷേ ഇങ്ങനെ ജനറലൈസ് ആയിട്ട് പറയുമ്പോൾ ഉള്ളൊരു വിഷമമാണ് തോന്നുന്നത്. നമുക്ക് ബുദ്ധിമുട്ട്, അയ്യോ ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നും. പക്ഷേ പറയുന്നതിൽ കാര്യമുണ്ട്. ഇപ്പം അരിഷ്ടമാണ് പ്രധാന ഒരു അട്രാക്ഷൻ പോസ്റ്റ്നേറ്റൽ കെയറിന്റെ ആൾക്കാർക്ക്. നമുക്കല്ല, ഡോക്ടേഴ്സിനല്ല. ആൽക്കഹോൾ കണ്ടന്റ് ഒക്കെ ഉണ്ട്. അത് ഫെർമെന്റഡ് ആയതുകൊണ്ട് തന്നെ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കുടിക്കുന്നതിന് സ്പെസിഫിക് ഡോസ് ഉണ്ട്. ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും. കാരണം നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം ബേബിക്ക് കിട്ടുമല്ലോ ബ്രസ്റ്റ് മിൽക്ക് വഴി. അതെ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു കൺസേൺ അവിടെ റേസ് ആവുന്നത്. ക്വാളിറ്റി, ബ്രസ്റ്റ് മിൽക്കിന്റെ ക്വാളിറ്റി അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ അരിഷ്ടം കൊടുക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം ഡോസ് 20 ml ആണ്. അത് ക്ലിനിക്കൽ ഡോസ്. ഇപ്പം പക്ഷെ ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോയിട്ട് 1/2 ഗ്ലാസ് ഒക്കെയാണ് കുടിപ്പിക്കുന്നത്. അന്നേരം ഒരു ഇത്ര ഡോസ് ടീസ്പൂൺ മെഷറിംഗ് ഉണ്ടാവും. പിന്നെ 4 ടീസ്പൂൺ മാക്സിമം കഴിക്കാൻ പറയാം, മോർണിംഗ് ആൻഡ് നൈറ്റ് ആഫ്റ്റർ ഫുഡ് എന്നുള്ളതാണ്. പക്ഷെ അത് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് തന്നെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോസ് വ്യത്യാസം വരാൻ പാടില്ല. അതെ അതും ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഒരു ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വേറെ സിവിയർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഓൺ മെഡിക്കേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് ചിലർക്ക് അരിഷ്ടം വേണ്ടി വരില്ല. ചിലർക്ക് എന്താണ് വിശപ്പൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതെ
അതുകൊണ്ടായിരിക്കും ചിലവരങ്ങ് നിർത്തുന്നത് അല്ലേ? ഈ 6 വീക്സ് ഫോളോ ചെയ്യാനുള്ള സാധനമാണോ നിങ്ങൾ? ഇല്ല. ശരിക്കും ഈ മെഡിക്കേഷൻ, ഇന്ത്യയുടെ മെഡിക്കേഷൻ 1 മന്തിലേക്കാണ് കൊടുക്കുക. 1 മന്ത്. ചിലർ ഡിസ്കണ്ടിന്യൂ ചെയ്യാം, അതാണ് ഞാൻ ചോദിച്ചത്. അത് എങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ആദ്യം അവിടെ ആക്നി, അവിടെ എന്താണ് അപ്പറ്റൈറ്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ളവർക്ക് ചിലർക്ക് നല്ല വിശപ്പായിരിക്കും, വിശപ്പ് കൂടുതലായിരിക്കും, ചിലർക്ക് വിശപ്പേ ഇല്ലായിരുന്നു അല്ലേ? എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പം ചിലർക്ക് വിശപ്പ് കുറവായിരിക്കും. അപ്പം നമ്മൾ ആദ്യം അതൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പം ആദ്യമേ വിശപ്പ് കൂടിയുള്ളവർക്ക് നമ്മൾ അരിഷ്ടം എടുത്തു കൊടുത്താൽ അവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവും, അവർക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പം നമ്മൾ അവർക്ക് ആദ്യം കൊടുക്കേണ്ടത് അരിഷ്ടമല്ല, അവരുടെ ആ മെറ്റബോളിസം കറക്റ്റ് ആക്കാനുള്ള മെഡിസിൻസ് ആദ്യത്തെ ഒരു 10 ദിവസം കൊടുക്കുക. അവരുടെ ആ മെറ്റബോളിക് ഫയർ നോർമൽ ആയതിനു ശേഷം നമ്മൾ അടുത്ത ട്രീറ്റ്മെന്റ് കൊടുക്കുക. എന്തൊക്കെയുണ്ട് കൺസിസ്റ്റ് ഓഫ് ലൈക്ക് എന്താണ്? ആദ്യം നമ്മൾ അരിഷ്ടമല്ല, ആദ്യം നമ്മൾ ഇതുപോലെ നമ്മളുടെ അഗ്നി നോർമലൈസ് ചെയ്യിക്കാനുള്ള മെഡിസിൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റെജുവിനേഷൻ എന്നുള്ള രീതിയിൽ മുലപ്പാൽ വർദ്ധിക്കാനുള്ള, പിന്നെ ഇവർക്ക് പ്രസവ സമയത്ത് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ രക്തവർദ്ധകമായിട്ടുള്ള അങ്ങനെയുള്ളത്, പിന്നെ ബല്യമായിട്ടുള്ള ഒരു ഓജസ്സൊക്കെ ഉണ്ടാവാനുള്ള മെഡിസിനാണ് കൊടുക്കുക. കാരണം പ്രസവം കഴിയുമ്പോഴത്തേക്ക് ഒരു സ്കിന്നൊക്കെ ഒരു ഡാർക്കനിങ് ആയി ഡള്ളാവും, സ്കിൻ ഡ്രൈനെസ് ഒക്കെ എക്സോഷൻ ഒക്കെ വന്നിട്ടേ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു എനർജി ലെവൽ ഭയങ്കര ലോ ആയിരിക്കും. അതിന്റെ കൂടെ ബേബി മിൽക്കും കൂടെ കുടിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ എനർജി. അപ്പം ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മൾ അവർക്കൊരു വെൽനെസ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതെ. പിന്നെ ചിലർക്ക് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് നമ്മളത് അഡ്രസ് ചെയ്യാതിരുന്നാൽ അത് ഡിപ്രഷനിലേക്ക് പോകും. പിന്നീട് ഈ ബ്ലൂസ് തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് മിക്ക പെൺകുട്ടികൾക്കും. വീട്ടുകാർക്കും പറ്റുന്നില്ല, അവർക്കും പറ്റുന്നില്ല. ഇവർക്ക് പ്രസവം കഴിഞ്ഞ ഉടനെ ഇവർക്ക് പൊതുവിലുള്ളൊരു ആദ്യത്തെ സ്ട്രഗിൾ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ കേരളത്തിൽ പ്രസവിക്കുന്ന കുട്ടികൾക്ക് പോസ്റ്റ്മോർട്ടം കെയർ എടുക്കുക, ആയുർവേദ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ വലിയൊരു പ്രശ്നം തന്നെ. അത് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം നല്ല രീതിയിൽ എടുത്താൽ അതൊരു ടാസ്ക് അല്ല. ഒരു മെഡിസിൻ കഴിഞ്ഞിട്ട് അത് നിന്നിട്ട് അടുത്ത മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ് ഇവരിന്ന് പൈലപ്പ് ചെയ്യും. അതായത് രാവിലെ അരിഷ്ടം, രാവിലെ ആഹാരത്തിന് മുന്നേ കഷായം, പിന്നെ അത് അരിഷ്ടം, പിന്നെ 2-3 ഗുളിക, പിന്നെ ലേഹ്യം. ഇതെല്ലാം കൂടെ കഴിച്ചു കഴിയുമ്പോൾ നോർമലി അവർക്ക് കഴിക്കാനുള്ള ഫുഡ് കഴിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അതെല്ലാം ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയല്ല ശരിക്കും മരുന്ന് കഴിക്കേണ്ടത് എന്നുള്ളത് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിയാലേ അത് മനസ്സിലാവും. ഇതിപ്പം ഹോസ്പിറ്റലിൽ നമ്മുടെ ഒപ്പിയിൽ വന്നാൽ തന്നെ നമ്മളിങ്ങനെ സ്പെഷ്യൽ OP ഉണ്ടോ? പോസ്റ്റ്മോർട്ടം OP ഉണ്ടോ? ഉണ്ട്. ഞാൻ അതിന്റെ പ്രൊജക്ട് മെഡിക്കൽ ഓഫീസറാണ്. നമുക്ക് 3-4 കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാനുണ്ട്. റിസർച്ച് പോലെയാണ് അവിടെ ചെയ്യുന്നത്. ക്യാമ്പ് പോലെ പോവോ അതോ ജസ്റ്റ് ക്യാമ്പ്സ് നടത്താറുണ്ട്? പക്ഷെ OPയിൽ നോർമലി പേഷ്യൻസ് നമ്മുടെ സ്പെഷ്യലൈസ്ഡ് OP ആയതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ തന്നെ വരാം. അങ്ങനെയുണ്ട് പോസ്റ്റ്മോർട്ടം കെയർ അതിന്റെ ഒരു. അപ്പൊ നമ്മളിപ്പോ ഈ പോസ്റ്റ്മോർട്ടം നേരത്തെ പറഞ്ഞ ബ്ലൂസോ ഇനി പ്രശ്നം ഇങ്ങനെ ആവുകയാണെങ്കിൽ നിങ്ങളിപ്പോ റെഫർ ചെയ്യോ ലൈക് സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ? ബ്ലൂസിന് ശരിക്കും നമ്മളുടെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ തന്നെ മതിയാവും. പിന്നെ ചിലരെ ഇത് ബ്ലൂ ആണോ അത് വീട്ടിൽ നിന്നുള്ള പ്രഷർ കൊണ്ടിട്ട് ഇവർക്ക് ഭ്രാന്ത് പിടിക്കുന്നതാണോ? അതെ, അത് മനസ്സിലാക്കാത്തൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രസവം കഴിഞ്ഞിട്ട് വരുമ്പം ഹസ്ബൻഡിനെ കാണിക്കാതിരിക്കുക, അതൊരു സ്ട്രഗിൾ ആണ് സ്ത്രീകൾക്ക്. ശരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ അപ്പം കാണാൻ തോന്നുന്നത് ഹസ്ബൻഡിനെയാണ്, നല്ല ഹസ്ബൻഡ് ആണെങ്കിൽ. അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ നല്ല ഹസ്ബൻഡ് ആണെങ്കിൽ നമുക്ക് അവരെ കാണണമെന്ന് താല്പര്യം തോന്നും. അപ്പം ചില കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ അവരെ കാണിക്കില്ല, കാണിക്കണ്ടെന്ന് പറയും. കാണിക്കണ്ടെന്ന് പറയുന്നതിന് കുറെ റീസൺ ഉണ്ട്. നമുക്ക് കുറച്ച് നാളത്തേക്ക് കോണ്ടാക്ട്സ് പാടില്ല എന്നുള്ളതുകൊണ്ട് അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അല്ലാതെ കാണുന്നോണ്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇൻഫെക്ഷൻ കൺട്രോൾ. അതെ, ഇൻഫെക്ഷൻ കൺട്രോൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സെക്ഷൽ ഇന്റർകോഴ്സ് ഉടനെ വന്നാലുള്ള പ്രശ്നം പേടിച്ചിട്ടായിരിക്കും പണ്ടുള്ളവർ അതിനെ ഒഴിവാക്കുന്നത്. പക്ഷെ ഇപ്പൊ അതിനുള്ള എഡ്യൂക്കേറ്റഡ് ആണല്ലോ എല്ലാവരും. പ്രസവിച്ചു കഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ത്രീയുടെ കേട്ടാരും അതിന് പോയില്ലെന്നാണ് തോന്നുന്നത്. അപ്പം ആ ഒരു ബോധമുള്ള മനുഷ്യന്മാരാകുമ്പം അവരെ കാണാൻ സമ്മതിക്കുക, അതൊരു വലിയൊരു സ്ട്രെസ്സാണ് പ്രസവം കഴിഞ്ഞുള്ള സ്ത്രീകൾക്ക്. ഇൻ കേസ് നിങ്ങൾ ഡിപ്രഷൻ ആയി, ബ്ലൂന്ന് ഡിപ്രഷൻ ആയി എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ റെഫർ ഉണ്ട്. സിവിയർ കേസ് ആണെങ്കിൽ ഡിപ്രഷൻ അങ്ങനെ തോന്നുവാണെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഡിപ്രഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം ഈ നമുക്ക് മാനസിക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്.
സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് ആയുർവേദത്തിലുണ്ട്. ഓ ഗുഡ്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യും. അവര് പിന്നെ മറ്റേ മോഡേൺ ഗൈനക്കോളജി മോഡേൺ സൈക്കാട്രിയിലേക്ക് ചെയ്യാതിരിക്കാം. അവരങ്ങോട്ടും ഇങ്ങോട്ടും അവര് തമ്മിലുള്ള ഒരു ഇതാണ്. അപ്പൊ നിങ്ങളിപ്പോ ഇൻ കേസ് ഡിപ്രഷൻ ആണെന്ന് തോന്നുവാണെങ്കിൽ, സസ്പീഷ്യസ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളപ്പം റെഫർ ചെയ്യാറുണ്ടോ ലൈക് സൈക്കോളജിസ്റ്റിനെ, സൈക്കാട്രിസ്റ്റ്? നമ്മൾ സൈക്കാട്രിസ്റ്റ് അങ്ങോട്ട് റെഫർ ചെയ്യാറുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? ഉണ്ട്. നമുക്ക് സ്പെഷ്യലൈസേഷൻ എല്ലായിടത്തും ഉണ്ട്. എല്ലാത്തിനും നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ട് ആയുർവേദത്തില്. അപ്പൊ നമുക്ക് സൈക്കാട്രിസ്റ്റ് ഉണ്ട്, റെഫർ ചെയ്യും. പക്ഷെ എന്നാൽ പോലും അവിടെ അവർക്ക് അത് മോഡേണിലേക്കും കൂടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരവിടെ നിന്ന് റെഫർ ചെയ്യാറുണ്ട്. ആക്ച്വലി ഡിപ്രഷൻ എന്ന് വെച്ചപ്പോ എല്ലാരും അങ്ങ് ജസ്റ്റ് ചുമ്മാ പറയുന്ന ഒരു വേർഡ്. അതെ. ആക്ച്വലി നമ്മൾ ഡിപ്രഷൻ നമ്മൾ പറയുന്നത് ആക്ച്വലി ബേബിനെ ഫുൾ ഇഗ്നോർ ചെയ്യുക, ബേബിനെ ബ്രസ്റ്റ് ഫീഡേ ചെയ്യുന്നില്ല, മാറ്റി എന്റെ കുഞ്ഞല്ല, അല്ലെങ്കിൽ ഇത് ആരാന്ന് എനിക്കറിയില്ല, ഇറിറ്റേറ്റഡ് ആവുക, ബേബിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ എക്സാക്ട്ലി ബേബിയോട് ഒരു അവേർഷൻ, ആ ഒരു സ്റ്റേജിനെയൊക്കെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഒക്കെ വരെ ആവുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജസ് ആണ്. പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്റെ അറിവിൽ എല്ലാവർക്കും വരുന്ന സാധനമാണ്. പക്ഷെ അത് നമ്മൾ നല്ലപോലെ അമ്മേനെ ന്യൂ മോംസിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ കുഴപ്പമില്ലാതെ നമുക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ചുറ്റുമുള്ള ആ എൻവയോൺമെന്റ് കറക്റ്റ് ആയാൽ മതി. ആ ചുറ്റും നിൽക്കുന്നവരും നോക്കാൻ നിൽക്കുന്നവരും ഒക്കെ ഒന്ന് നന്നായിട്ട്. ബേസിക്കലി എനിക്ക് തോന്നുന്നു, നമുക്ക് തോന്നുന്നത് പെട്ടെന്ന് ഒരു ന്യൂ മെമ്പർ അങ്ങനെ ഒരു ഫാമിലിയിൽ വരുമ്പോഴത്തേക്കും ഒന്ന് നമുക്ക് നമ്മുടെ അടുക്കലുള്ള അറ്റൻഷൻ പെട്ടെന്ന് കുറയും. പിന്നെ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യും, ഇപ്പൊ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ഒന്നും അടുത്തില്ലെങ്കിൽ. പിന്നെ തേർഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് റുട്ടീനിൽ വരുന്ന ചേഞ്ച്, കുഞ്ഞിനെ ഫുൾ ടൈം നോക്കണം. അത്രയും നാളും നമുക്ക് രാവിലെ എണീക്കുക, പല്ലിക്കുക, കഴിക്കുക, അങ്ങനത്തെ റുട്ടീനിൽ ഉറക്കം ഇറ്റ്സ് ലൈക്ക് എ ബിഗ് തിങ്. പിന്നെന്താ വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയാം, നമുക്ക് 2 hours ആണല്ലോ ഫസ്റ്റ് 15 days ഫീഡ് ചെയ്യേണ്ട ഫീഡിങ് ടൈം. അപ്പോൾ ഈ ബ്രസ്റ്റ് മിൽക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കുപ്പിയിലാക്കി വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാബു പോലാണ് നമ്മുടെ നാട്ടിൽ. എന്ന് വെച്ചാൽ കുറച്ച് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യും. അപ്പം ഈ അമ്മയ്ക്ക് രാത്രി ഉറങ്ങാൻ പറ്റും. ഞാൻ എപ്പോഴും പറയും, ഒരു 10 മണി കഴിഞ്ഞാൽ ഉറങ്ങുന്നെങ്കിൽ പിന്നെ ഒരു 4 മണിക്കൂറത്തുള്ള 2 ഫീഡ് എടുത്ത് വെച്ചിട്ട് കൂടെ ആ കൊച്ചിനെ നോക്കാൻ നിൽക്കുന്ന ആരാണെന്ന് വെച്ചാൽ ബേബിക്ക്, അപ്പൊ അമ്മയ്ക്ക് കിടന്ന് ഉറങ്ങാം. ഈ ബോട്ടിൽ ഫീഡിങ് പാടില്ല എന്നൊരിതുണ്ടല്ലോ. ബോട്ടിൽ ഫീഡിങ് കൊടുക്കണ്ട, ഗോകർണത്തിൽ കൊടുക്കാലോ, ഗോകർണത്തിൽ കൊടുക്കാലോ. അങ്ങനെ കൊടുക്കുമ്പോ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവില്ല. ബോട്ടിലായിട്ട് പഠിപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ അവരോടത് ചെയ്യാൻ പറഞ്ഞാൽ ആ സമയത്ത് അമ്മയ്ക്ക് ഉറങ്ങാം. ഇത് നമ്മുടെ ഒപ്പിയിൽ വരുന്ന സൂതികമാരെന്ന് പറഞ്ഞാൽ, സൂതി ഞാൻ പറഞ്ഞില്ലേ പോസ്റ്റ്നേറ്റൽ, അവരുടെ കണ്ണിന് ചുറ്റിലെ പാണ്ട പോലെയാണ് വരുന്നത്. ഇങ്ങനെ ഉറങ്ങാതിരുന്ന് ഡാർക്ക് സർക്കിൾസ് ആയിട്ടാണ് വരുന്നത്. അതിന്റെ ഒരു ഇറിറ്റേഷൻ നന്നായിട്ടുണ്ട്. അപ്പം ഈ വീട്ടുകാർക്ക് അത് പറയുമ്പോൾ എന്തോ പാല് പിഴിഞ്ഞു വെക്കുന്നത് എന്തൊരു മോശം കാര്യം പോലെയാണ്. അമ്മ തന്നെ ഡയറക്റ്റ് ആയിട്ട് സ്കിൻ ടു സ്കിൻ. പിന്നെ ഈ കാണാൻ വരുന്ന ഒരു ഞങ്ങൾ ഇതിനെക്കാട്ടിലും നന്നായിട്ട് അപ്പൊ നിനക്ക് ഉറങ്ങിയാൽ മതിയോ അങ്ങനെയൊക്കെ ചോദിച്ചു കളയും. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ റെസ്റ്റ് എടുക്കാൻ പാടില്ല. അതെ, എപ്പോഴും കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കണം. ആ ഒരു സ്ട്രെസ് ഭയങ്കരമാണ്. അത് സ്ട്രെസ്സാണ് ഇൻ ഇറ്റ് സെൽഫ്. അത് ശരിയാണ്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ്ങിനെ നമ്മൾ ലോക്കിയ എന്നാ പറയുന്നത്. പിന്നെ അതിന്റെ കളർ ചേഞ്ചസ് അനുസരിച്ച് അതിന്റെ നെയിം ഒന്ന് ജസ്റ്റ് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ യൂഷ്വലി, ഇപ്പോൾ എൻ്റെ കാര്യവും പറയാം, യൂഷ്വലി ആക്ച്വലി എല്ലാവർക്കും ഒരു 2 weeks അല്ലെങ്കിൽ ഒരു 10 days കഴിയുമ്പം ബ്ലീഡിങ് നിൽക്കാറുണ്ട്. ചിലവർക്ക് മാത്രമാണ് അതിലും അപ്പുറം പോവാറ്. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 2 മാസത്തോളം ബ്ലീഡിങ് നിന്നു. പക്ഷെ അങ്ങനെ അമിതമായ ബ്ലീഡിങ് അല്ല, ഇച്ചിരി സ്പോട്ടിങ് പോലെ കുറേ നാളുണ്ടായിരുന്നു. ഇറ്റ് വാസ് ദെയർ അൺടിൽ ഐ ഗോട്ട് മൈ പീരിയഡ്, ആക്ച്വൽ പീരിയഡ്. അപ്പം നമ്മൾ സാധാരണ പറയാറ് ഈ പ്രൊലാക്റ്റിൻ കൂടി നിന്നാൽ പീരിയഡ്സ് ആവില്ല. അപ്പോൾ 6 monthsോളം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്, പ്രൊലാക്റ്റിൻ കൂടി നിൽക്കും, അതുകൊണ്ട് പീരിയഡ്സേ വരത്തില്ല എന്നൊക്കെയാണ് നമ്മൾ തിയറിറ്റിക്കലി പഠിക്കുന്നത്. പക്ഷേ ആക്ച്വലി എൻ്റെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് എല്ലാ പേഷ്യൻസിനും അടുത്ത മാസം തന്നെ പീരിയഡ്സ് ആവാറുണ്ട്. അതുവരെ ചിലപ്പം ബ്ലീഡിങ് ഉണ്ടാവാം, ബ്ലീഡിങ് ഇല്ലാതിരിക്കാം. 5 കണ്ടിട്ടുള്ള പേഷ്യൻസിന് എങ്ങനെയാണെന്ന് അറിയാനൊരു ആകാംക്ഷ. എനിക്കും ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ലൊക്കിന്റെ കളർ ചോദിക്കണമല്ലോ, ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ബ്ലീഡിങ് സിവിയർ ആണോ, അതിന്റെ എമൗണ്ട് ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറയുന്നത് എല്ലാവരുടെയും വിചാരം അത് എല്ലാവർക്കും എന്താണ് ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ മെൻസസ് ഉണ്ടാവില്ല എന്നൊരു കോൺസെപ്റ്റ്. അപ്പം മെൻസസ് വരുന്നത് കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇങ്ങനെ ഒരു ബ്ലീഡിങ് വന്നിട്ട് അതെ, ആ ഒരു സ്പോട്ടിങ് പോലെ വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇവർക്ക് മെൻസ്ട്രേഷൻ ആവുമ്പോൾ ഹെവി ബ്ലീഡിങ് ആയിരിക്കും. അപ്പൊ ഒരു പേടിക്കും, പാനിക്കാവും.
പനിക്കാകുമ്പം നമ്മുടെ അടുത്തോട്ട് വരാറുണ്ട്, ഇങ്ങനെ വന്നു എന്ന്, അങ്ങനെയുള്ള കേസുകൾ വരാറുണ്ട്. അതെ. പിന്നെ ലോക്കിന്റെ കളർ നമ്മൾ നോക്കണം, എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ ഇല്ലയോ, അതും അവർ വിചാരിക്കും പിന്നെ പിങ്ക് ആയി കഴിഞ്ഞ് ഓരോ പാറ്റേണിലാണല്ലോ വരുന്നത്, യെല്ലോ ആവും, യെല്ലോ ആവും ചിലർക്ക്, അപ്പം ഗ്രീൻ ആകുന്നുണ്ടോ, അതൊക്കെ ഫൗൾ സ്മെല്ലിംഗ് ആണോ, പിന്നെ അടിവയറില് വേദനയുണ്ടോ, അപ്പൊ അതൊക്കെ ചോദിച്ചിട്ട് ഇൻഫെക്ഷൻ റൂൾ ഔട്ട് ചെയ്യാം. പക്ഷെ റിയഷർ ചെയ്ത് തന്നെയല്ലേ വിടുന്നത്, പീരിയഡ്സ് ആണോ ഇല്ലയോ എന്ന് അതിനനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വിടുവല്ലേ. പിന്നെ നമ്മളിങ്ങനെ പറയും, ഇപ്പൊ അമിനോറി ആണെങ്കിലും പീരിയഡ്സ് വരുന്നില്ലെങ്കിലും കൺസെപ്ഷനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും പറയാറുണ്ട്. ചിലർക്ക് അങ്ങനെ ഒരു തോട്ടുണ്ട്, അതായത് പീരിയഡ്സ് ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ കൺസീവ് ആവില്ല, തെറ്റാണ്. കറക്റ്റ്. അപ്പൊ അതും പറഞ്ഞു കൊടുക്കാറുണ്ട്, പീരിയഡ്സ് ഇല്ലെങ്കിലും കൺസീവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഇൻ കേസ് യു ആർ സ്റ്റേയിങ് വിത്ത് യുവർ ഹസ്ബൻഡ്, ബ്രസ്റ്റ് ഫീഡിംഗ് ആണെങ്കിലും പറയാറുണ്ട്. അപ്പം മെയിൻലി പോസ്റ്റ്മോർട്ടം നമ്മൾ ഉദ്ദേശിക്കുന്നത് 6 വീക്സ് ആണ്. ഈ 6 വീക്സ് നമ്മൾ ടേം കൊടുക്കാൻ കാരണം ഈ 6 വീക്സിലാണ് നമ്മുടെ യൂട്രസ് ചെറുതായി ബാക്ക് ടു ഇറ്റ്സ് നോർമൽ സൈസ്. അതായത് നോർമൽ സൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയ പിയർ ഷേപ്ഡ് ഓർഗൻ നമ്മൾ പറയുന്നത്, അതായത് ഒരു ഇത്ര വരും, ഒരു ബേസിക്കലി ഒരു 7 സെന്റിമീറ്റർ. അപ്പോൾ ഈ തിരിച്ച് ഈ 7 സെന്റിമീറ്റർ ആവുന്നതിൻ്റെ ഒരു കാലയളവാണ് ഈ 6 വീക്സ് ആക്ച്വലി. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? നമുക്കും സെയിം തന്നെയാണ്, അതേ ഒരു കാലഘട്ടം തന്നെയാണ് നമ്മളും പറയുന്നത്.